ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരോടും തറുതലയൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഇനിയും ഓഫറുകളുണ്ട്, അതൊന്ന് നിരസിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ പോയതെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മോഡലാവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നും അതിനുള്ള അവസരമാണ് ഇപ്പോൾ എനിക്ക് ദൈവം തന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നവ്യ നിന്നങ്ങ് പറയുക. അത് ഞാനായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നതും ചോദിക്കുമ്പം ഈ ലോകത്തൊന്നും ശാശ്വതമല്ലെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കെട്ടിപ്പൊക്കിയതിനൊക്കെ അടിത്തറ ഇളകുമെന്നും അപ്പോൾ പിന്നെ വസുന്ധരെ അനന്തപുരി തറവാടിന് മാത്രം അത് ബാധകമല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ഈ മുത്തശ്ശൻ പറയുമ്പം ഞാനൊരു തറവാടിൻ്റെയും അടിത്തറ ഇളക്കിയിട്ടില്ല എന്നും മുത്തശ്ശനെ ഈ വീട്ടിലുള്ളവർക്ക് ഞാൻ പരസ്യത്തിൽ അഭിനയിച്ചത് ഒരു തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറ, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് നവ്യ മുത്തശ്ശനോട് പറയുക. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആകെ അന്താളിപ്പോടു കൂടി നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ അപ്പോഴും പക്ഷേ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പരസ്യത്തിൽ അഭിനയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഈ നവ്യ. വസുന്ധരെ പല്ല കൊഴിഞ്ഞ സിംഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് മുത്തശ്ശിയോട് പറയാം. അതുകൊണ്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ട് നിന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശിയോട് പറയുമ്പോൾ ഓ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ ജലജ. അപ്പം ഞാൻ ആരെയും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നതെന്നും അഭിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിൻ്റെ ന്യായം നിങ്ങൾ ആദ്യം ഒന്ന് പറയാനും നവ്യ പറയുക. ഇവിടുത്തെ മൂത്ത കൊച്ചുമകനെ ദുബായിലേക്ക് പോകാൻ പോവല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് അയാളെ ശരിയല്ല, പിന്നെയല്ലേ ഇനി അവിടെ പോയെല്ലാം ശരിയാക്കാൻ പോണത്. എന്നാലും ബിസിനസ്സിൽ അയാൾ കാലനാ, അതുകൊണ്ട് ചിലപ്പോൾ ശരിയാക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. ആ സമയത്തുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അനിയെ ഏൽപ്പിച്ചു. അവിടെ പോലും എൻ്റെ അഭിയോട് ഒരു കരുണയും ആരും കാണിച്ചില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനു ഇതിനൊക്കെ നോക്കണമെന്നും ചോദിച്ചായി നവ്യയുടെ ന്യായം പറച്ചില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത അനി ആദ്യം ചെയ്ത സൽപ്രവർത്തിയാണ് ഇവൻ്റെ ജോലി ഇല്ലാണ്ടാക്കി കളഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കേണ്ടതെന്നും നവ്യ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതെ, ജീവിക്കണം. പക്ഷേ ഇവന് വേണ്ടി വാദിക്കുന്ന നീ ഏതെങ്കിലും ഒരു ദിവസം ചെയ്തതെല്ലാം തെറ്റായി പോയെന്നും പറഞ്ഞ് മാറി നിന്ന് കരയരുത് എന്ന് മുത്തശ്ശൻ പറയുവാട്ടോ. അന്നേരം നവ്യ ഇങ്ങനെ അഭിയെ നോക്കുവാണ്. അഭി അന്നേരം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഹൃദയത്തിൽ ഇത്തിരിയെങ്കിലും നന്മയുള്ളവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോഴേ നമ്മുടെ വിയർപ്പിന് ദൈവം പോലും വില കൽപ്പിക്കുകയുള്ളൂ. അത് നീ മനസ്സിൽ വെച്ചോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശൻ പറഞ്ഞത് കേട്ടിട്ട് നവ്യ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് എല്ലാവരും. അതായത് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ നവ്യ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. അഭിയാണെങ്കിൽ ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണുമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ജലജയ്ക്ക് ഇതങ്ങ് ബോധിച്ചു. ജലജ ഭയങ്കര സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനകവും ഗോവിന്ദേട്ടനും കൂടെ നന്ദുവായിട്ട് സംസാരിക്കുക. അപ്പോൾ നന്ദു, രണ്ടുപേർക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ചാനലിലൊക്കെ ഈ നാട്ടിൽ വരാൻ പോകുന്ന ഒരു ജ്വല്ലറിയുടെ പരസ്യം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നന്ദു പറഞ്ഞു. AM ജ്വല്ലറി എന്നതിൻ്റെ പേര്, ഭയങ്കര പരസ്യം അവർ കൊടുക്കുന്നേ. അപ്പം നന്ദൂട്ടാ, അതിന് നമ്മളെന്തിനാ അത് കാണുന്നതെന്ന് കനക ചോദിച്ചേ. നമ്മളിപ്പോൾ അതിന് സ്വർണ്ണം എടുക്കാൻ വല്ലതും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വർണ്ണം എടുക്കണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, പരസ്യം കണ്ടതിന് ശേഷമെന്നും പറഞ്ഞ് നന്ദു ആ പരസ്യം വെച്ച് കാണിക്കുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ അത് നവ്യമോളല്ലേ എന്ന് കനക ചോദിച്ചേ. ഗോവിന്ദേട്ടൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതെ, മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികളായിട്ടാണ് ഈ ജ്വല്ലറി ലാൻഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ പരസ്യത്തിനാണ് പൊന്നാര മോള് പോയിരിക്കുന്നതെന്നും നന്ദു പറയണു. അപ്പോഴാണ് കനകത്തിനത് കത്തിയത്. അന്നേരം അവൾ രണ്ടും കൽപ്പിച്ചാണല്ലോ കനകെ എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പം അതെ, രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അഭിയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടല്ലോ, അതിൻ്റെ പ്രതികാരം തീർക്കുക അവയുടെ മൂത്ത മോള് എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു. എന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്യുകയും ചെയ്തു. അഭി ജയിലിലായി. എനിക്കാണെങ്കിൽ അധികാരം കിട്ടിയപ്പോൾ തന്നെ അഭിയെ പുറത്താക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും എൻ്റെ ചേച്ചിക്ക് അറിയില്ല അവൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന്. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് അവളിതൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ച അച്ഛനോട്, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവനും അവൻ്റെ അമ്മയും കൂടെയാണ് ചേച്ചിയെ പിരികേറ്റി വിടുന്നതെന്നുള്ള കാര്യം നന്ദു പറയുമ്പം നന്ദൂട്ടാ, അവൻ അവളുടെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങളൊക്കെ എന്ന് അമ്മ പറയുമ്പം ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ നവ്യേച്ചി എന്ന് ചോദിച്ചു. നന്ദൂട്ടാ, അവൾ അങ്ങനെ ചെയ്യും മോളെ എന്ന് കനക. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് അവൾ എന്നൊക്കെ പറയുമ്പം അവനെ സ്ഥിരമായിട്ട് ജയിലിൽ കിടത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് നന്ദു അന്നേരം പറയുന്നു. എൻ്റെ ചേച്ചി എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമില്ല നന്ദു ഇവരോട് പറയുവാണ്. അവനെ ഞാൻ എണ്ണിക്കുമെന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ അവിടെ നിന്ന് പോവുക. കനകയും ഗോവിന്ദനും ഇതിനെപ്പറ്റി ആലോചിച്ച് അവിടെ ആകെ വല്ലാതെ നിൽക്കുന്നു. പിന്നെ ദേവയാനി അമ്മയൊക്കെ കൂടെ അവിടെ നിന്ന് സംസാരിക്കുക. നവ്യ ഇപ്പോൾ അവർക്ക് വേണ്ടി ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പക്ഷെ അവർക്ക് ആർക്കും നവ്യയോട് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നും പറഞ്ഞു. പിന്നെ
തുടക്കത്തിലുള്ള അമർഷം ഇപ്പോഴും ഇത് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് നവ്യയ്ക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമെന്ന് ദേവയാനി പറയുമ്പം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ മോളെ. ഒന്നുകിൽ അഭി എന്താണെന്ന് നവ്യയുടെ മുന്നിൽ തുറന്നു കാണിക്കണം. അതിന് കനക മുന്നിന്ന് ശ്രമിച്ചതാണല്ലോ. അപ്പോൾ നവ്യയുടെ പ്രതികരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കാം. നവ്യയുടെ സ്വഭാവം അവരുടെ അനിയത്തിമാരുടേതല്ല. വെട്ടൊന്ന് മുറി രണ്ട്, അങ്ങനെയാണ് അവളുടെ പോക്ക്. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അഭി വഞ്ചിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും. അത് ഉറപ്പാണെന്ന കാര്യം ദേവയാനി പറയുക. ഇനിയിപ്പോൾ ഇത്രയും ദിവസം അവളോടൊന്നും പറയാത്തതിൻ്റെ പേരിൽ അവൾ നമ്മളെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമല്ലോ എന്ന് മുത്തശ്ശി അന്നേരം അങ്ങനെയും പറഞ്ഞു. അവനെ കളഞ്ഞിട്ട് വേറൊരു വിവാഹം നടത്താനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ നോക്കി ഇവിടെ സമാധാനത്തോടെ നിൽക്കുകയായിരുന്നെങ്കിൽ അബിയെ അടിച്ചു കളയാമായിരുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് തന്നെയെന്ന് ചോദിക്കുക മുത്തശ്ശി. അന്നേരം നേരത്തെ ഈ വീട്ടിൽ വിഷമുള്ള ഒരു മൂർഖൻ കയറി, അതിനേക്കാളും എത്രയോ മടങ്ങ് വിഷമുള്ള കൂട്ടത്തിൽ അഭിയും അവൻ്റെ അമ്മയൊക്കെ ഉള്ളതെന്ന് മുത്തച്ഛൻ പറയുമ്പോൾ, അവന്തിക അയർലൻഡിൽ നിന്ന് ഉടനെ വരുമെന്നാണ് പറഞ്ഞത്. അവൾ ഒട്ടും മോശമല്ലല്ലോ, ജലജയെ കടത്തി വിട്ടുന്ന മുതലാ. അപ്പോൾ എന്നാലും കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവളിവിടെ നിന്ന് പോയിക്കോളുമല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി. എന്തായാലും നമ്മൾ പാമ്പിന് തന്നെയാണ് പാല് കൊടുത്തതെന്ന് മുത്തശ്ശി അന്നേരം മുത്തശ്ശിയോട് ഇങ്ങനെ ഇരുന്ന് പറയുക. ആരും ഇല്ല എന്ന് കരുതി അത്ര സ്നേഹത്തോടെയാണ് ജലജയെ ഞങ്ങൾ വളർത്തിയത്. നമ്മുടെ മക്കളെ പോലും നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറഞ്ഞു. എന്നിട്ട് അവൾ ഒരിക്കലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല, അത് തന്നെയാണ് കഷ്ടം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, അത് ശരിയാണല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ അതുങ്ങൾ അവിടെ ഇരുന്ന് ആലോചനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നു. പിന്നെ കാണിക്കും നമ്മുടെ ആദർശിനായിട്ടോ. ആദർശ് ഇങ്ങനെ ഓഫീസിലിരുന്ന് നയനയായിട്ട് സംസാരിക്കുക. അപ്പോൾ നയന അവനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഇത്തരം പ്രോഗ്രാമുകൾക്കൊന്നും വിടരുതെന്ന് പറയുമ്പം അവനോട് പറഞ്ഞിട്ടേ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ കാര്യം ഉണ്ടായേ പറ്റൂ, നമ്മൾ പറയുന്നതും അവൻ കേട്ടേ പറ്റുള്ളൂ എന്ന് ആദർശിനോട് കട്ടായം പറയാം. അവൻ കാരണമാണ് ചേച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. നമ്മളോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നതേ ആ അഭിക്ക് വേണ്ടിയിട്ടാണെന്ന കാര്യവും നയന ആദർശിനോട് പറയണം. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെയും ചേച്ചി അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ വേണം ചേച്ചിയുടെ ഇത്തരം പ്രവൃത്തികളെ തടയാനായിട്ട്. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ എടുത്ത് അബിയെ വിളിക്കുക. ആ സമയത്ത് അബി നബിയുടെ അരികിൽ നിൽക്കുമായിരുന്നു. വിളിക്കുന്നുണ്ട് എൻ്റെ ഏട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ എടുത്തു. അപ്പം നീ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു നവ്യ. അബി കോൾ എടുത്തു. ഹലോ ഏട്ടാ എന്നും പറഞ്ഞു ഭയങ്കര വിനയം. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് ആദർശ് അബിയോട് പറഞ്ഞു. നവ്യയോടൊന്നും പറയണ്ട, എനിക്ക് നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ ഏട്ടാ, നീ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, വേഗം നിങ്ങൾ വരാൻ പറഞ്ഞു. ശരി ഏട്ടാ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് അബി കട്ട് ചെയ്തു. അപ്പോൾ എന്താ അയാൾ പറഞ്ഞത്? എന്നോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ അത്യാവശ്യമാണെന്ന്. അയാൾ പറയുമ്പം നീ എന്തിനാ അങ്ങോട്ട് ഓടിപ്പോന്നേ? എൻ്റെ കാര്യം എന്താ? എന്നാലും അത് അങ്ങനെ അല്ലല്ലോടി, നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയതുകൊണ്ട് എനിക്ക് ജോലി തിരിച്ചു തരാമെന്ന് പറയാനാണോ ഇനി വിളിക്കുന്നതെന്ന് നബി ചോദിക്കുമ്പോൾ നബി ഇങ്ങനെ അതായിരിക്കുമെന്ന് ചോദിക്കും. എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് അങ്ങനെ പോകേണ്ടി വന്നെന്ന് ചോദിക്കുമ്പം ജോലി തരാമെന്ന് പറഞ്ഞാലും ഇനി നീ പോകുന്നില്ല എന്ന് നവ്യ അബിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നിൽക്കും. അത് വേണോ എന്ന് ചോദിച്ചു. ഈയിടെ മനുഷ്യനായാലേ കുറച്ചൊക്കെ ആത്മാഭിമാനം വേണോടാ എന്ന് നവ്യ അബിയോട് പറഞ്ഞു കൊടുക്കുക. അത് വ്രണപ്പെട്ട് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഓരോരുത്തും കോംപ്രമൈസ് ചെയ്യരുതെന്നും പറഞ്ഞ് നവ്യ പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്ന്. പിന്നെ ഇപ്പം അവൻ കരുതുന്നുണ്ടാവേ എൻ്റെ ജോലി കളഞ്ഞത് ശരിയായില്ല എന്ന്. അപ്പോൾ നിന്റെ ജോലി കളഞ്ഞത് ഈ വീട്ടിലെ ഇളയ സന്തതിയല്ലേ? അവനും നന്ദുവും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എതിർക്കുന്നതേ ഞാനാ. അതിൻ്റെ ദേഷ്യം എന്തായാലും അവനോടുണ്ട്. അതാണ് അവൻ നിന്നോട് തീർക്കുന്നതെന്ന് പറയുമ്പം ശരിയാ, അനിയും നന്ദുവും തമ്മിൽ പുറത്ത് വെച്ച് ഇപ്പോൾ പലപ്പോഴും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിന് സാക്ഷിയാണ് ഞാൻ എന്നും പറഞ്ഞ് അവിടെയും പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നിന്നോട് വന്ന് ഞാൻ പറയുമെന്ന് കരുതിയിട്ടായിരിക്കും അവൻ എന്നെ പൊളിച്ചടിക്കുകയെന്ന് പറയുമ്പം അങ്ങനെയുള്ളപ്പോഴേ നമ്മൾ അവനെയും അവൻ സ്നേഹിക്കുന്നവരെയും പൊളിച്ചെടുക്കുകയാണ് വേണ്ടതെന്ന് നവ്യയുടെ വകയൊരു ഡയലോഗും കൂടി. അല്ല ആദർശ് വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ടത് പോകാൻ നവ്യേ, എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാലോ എന്ന് പറയുമ്പം എന്ത് പറഞ്ഞാലും ശരി നീ നിൻ്റെ നയം വ്യക്തമാക്കണം, ഭീഷണിക്കൊന്നും വഴങ്ങിയേക്കരുതെന്ന് പറഞ്ഞ് നവ്യ ഉപദേശ ക്ലാസ്സും കൊടുത്ത് വിട്ടേക്കുക. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നിന്നെ ഇനി എന്ത് ഭീഷണിപ്പെടുത്താനാ? നിൻ്റെ എല്ലാ നിലയും വിലയും കളഞ്ഞില്ലേ നിൻ്റെ ഏട്ടനെന്ന് പറയുന്നവൻ. അവൻ എന്നോട് നിന്നെ വിലക്കണമെന്ന് പറഞ്ഞാൽ വിലക്കും, പക്ഷെ നീ അത് കേൾക്കില്ല. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നീ എന്തിനാ എന്നെ വിലക്കുന്നത് എന്ന് നവ്യ ചോദിച്ചു. അതൊക്കെ ഒരു അഭിനയമല്ലേ എന്ന് അഭി നവ്യയോട് ചോദിക്കുക.
അവരൊക്കെ നന്നായിട്ട് കിടന്ന് അഭിനയിക്കല്ലേ, അപ്പം പിന്നെ നമുക്കും തകർത്തങ്ങ് അഭിനയിക്കാം. എന്തിനാ അത് നമ്മളായിട്ട് കുറയ്ക്കുന്നേ? അപ്പം എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ. ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാലും ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനേ ജീവിക്കൂ, അതിനൊരു മാറ്റവും ഇല്ലയെന്നും പറഞ്ഞ് നബി പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടി പരസ്യ കമ്പനികൾ വാതിൽ തുറന്ന് തരുമ്പോൾ എനിക്കത് വേണ്ടാന്ന് വെച്ച് ഇതിനകത്ത് ഇങ്ങനെ കഥ കടച്ചിരിക്കാനൊന്നും പറ്റത്തില്ല എന്നും പറയപ്പോൾ പറഞ്ഞിരിക്കുക. അപ്പം നിൻ്റെ ഈ ഉറച്ച നിലപാടാണ് എൻ്റെ ബലമെന്നും എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നവ്യ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര തലയെടുപ്പോടു കൂടി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അഭി ആദർശിൻ്റെ നയനയുടെ അടുത്തേക്ക് വന്നു. ഇവൻ വന്നിങ്ങനെ നിൽക്കുമ്പോഴേക്കും ചെന്ന് കുത്തിനങ്ങ് പിടിച്ചു ആദർശ്. എടാ, നീ നമ്മുടെ കുടുംബത്തിന് മാനം കളയാനായിട്ട് നീ നവ്യയെ നമ്മുടെ എതിരാളികളുടെ പരസ്യത്തിന് വിട്ടല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ നിരപരാധി ഏട്ടാ. അതെ, നീ നിരപരാധിയാണ്, നീ അറിയാതെയാണ് നവ്യേച്ചി ഈ പണിയൊക്കെ കാണിച്ചിരിക്കുന്നത് എന്ന് നയന അഭിയോട് പറയുക. അതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിച്ചടാ എന്ന് നയന പറയാം. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ തീരും ഈ നാടകങ്ങളൊക്കെ. അപ്പോൾ അഭി ഇങ്ങനെ നോക്കുക നയനയെ. പിന്നെ നിന്റെ മുഖത്തേക്ക് കാറ് തുപ്പുന്നതും നിന്നെ വെട്ടിക്കൊല്ലാൻ വരുന്നതും നവ്യേച്ചി ആയിരിക്കുമടാ എന്നും നയന പറയുക കേട്ടോ. അപ്പോഴും ഇവനിങ്ങനെ നിന്ന് ആലോചിക്കുക. ഇപ്പം പരസ്യത്തിന് ഇറങ്ങി തിരിച്ച് ഞങ്ങളെയൊക്കെ നാണം കെടുത്തി നവ്യേച്ചി ആയിരിക്കും എന്ന് പറയുമ്പം എൻ്റെ ഏട്ടാ എൻ്റെ ജോലി പോയതോടെ അവളുടെ സമനില തെറ്റിയിരിക്കുക. അതുകൊണ്ടാ അതിനുശേഷം എന്നോട് പോലും പറയാതെയാണ് അവൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് തന്നെയെന്നും പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ നീ അറിയാതെ ഒന്നും നവ്യേച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു നയന. അപ്പം ഞാനിനി എങ്ങനെ നിങ്ങളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഇനി വിശ്വസിപ്പിക്കണ്ട, നീ ഈ രീതിയിൽ നവ്യെ കുടുംബത്തെ കരിവാരി തേക്കാൻ അനുവദിക്കരുത്, നീ സമ്മതിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ മറ്റുള്ളവരുടെ ചിലവിൽ ജീവിക്കേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നവ്യ ഇപ്പം മുന്നോട്ട് പോകുന്നതേ. അപ്പം മറ്റുള്ളവരുടെ ചിലവിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാ നീ. അതുകൊണ്ടാണ് വളഞ്ഞ വഴികൾ മാത്രം നീ സ്വീകരിക്കുന്നതെന്ന കാര്യം നയന പറയുമ്പോൾ ഇവന് പിടിക്കുന്നില്ല അതൊന്നും. ഒരിക്കൽ അവളെ പരസ്യം ചെയ്യാൻ പോയപ്പോൾ അതിനെ നീയും നിൻ്റെ അമ്മയും കൂടെ പ്രോത്സാഹിപ്പിച്ചു. അത് മറ്റൊന്നിനു വേണ്ടി ആയിരുന്നില്ല, നിൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നീ ചെയ്തത്. കാരണമേ അന്ന് നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഇഷ്ടമല്ലാത്ത ഭാര്യയായിരുന്നു നവ്യ. എന്നാലേ ഇന്നും അതങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവൾക്ക് അറിയില്ല എന്നും നീയൊക്കെ സാഹചര്യത്തെ മുതലെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആദർശ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇവനതൊന്നും മനസ്സിലായാൽ ഇവൻ അനങ്ങുമല്ലോ. നീ മനഃപൂർവ്വം നവ്യയെ കരുവാക്കി കുടുംബ പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാവുന്നു ആദർശ് ഇവനോട് പറഞ്ഞു. അങ്ങനെ താളം തെറ്റിക്കുമ്പോഴേ നീയും നിൻ്റെ അമ്മയും ഓർത്തോ, ഞങ്ങളുടെ ഒരു വാക്കിലാണ് നിൻ്റെ ജീവിതം എന്നുള്ളതെന്ന് നയന ഇങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പച്ചി പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല മകൻ്റെ വീരകൃത്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയാലേ ചിലപ്പോഴേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം അങ്ങ് എടുക്കുമെന്നും ആദർശ് അഭിയെ വിലക്കുന്നു. അത് നിനക്കൊരിക്കലും നല്ലതായിരിക്കില്ല എന്നും പറഞ്ഞു. ഇവനന്നേരം പേടിച്ചിങ്ങനെ നിൽക്കും. നവ്യയുടെ കുഞ്ഞിനെ ഭാവി ഓർത്ത് മാത്രമാണ് ഞങ്ങളൊന്നും ചെയ്യാത്തത്. ഇനി ഞാനിവളും മാത്രമല്ല വീടിനകത്തുള്ളത്, വീട്ടിൽ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാരെങ്കിലും സഖി കെട്ട് നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് നവ്യ എന്നൊരു ഭാര്യ ഉണ്ടാവില്ല, നീ നമ്മുടെ തറവാട്ടിൽ പോലും ഉണ്ടാവില്ല. നീ അത് ഓർത്തോളാനും ആദർശ് ഇവന് താക്കീത് കൊടുക്കുക. ഇപ്പം തന്നെ സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാവല്ലോ ഇല്ലേ? അനി എന്തുകൊണ്ട് നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു? അതിൻ്റെ കാരണം എന്താ? നിന്റെ ഭാഗത്തെ തെറ്റുകൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്തത്. അതിലുപരി നിനക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം ആദർശേട്ടൻ സഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന കാര്യവും നയന പറയുക. അങ്ങനെയുള്ള എനിക്കൊക്കെ ഞങ്ങളുടെ അത്രയും പോലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഒരപകടം മുന്നിൽ കണ്ട് വേണം നവ്യേച്ചിയെ നീ അഴിച്ചു വിടാനെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഇവൻ ഇങ്ങനെ പഞ്ചഭാവത്തെ പോലെ അഭിനയിച്ച് നിൽക്കുക. പറഞ്ഞത് മനസ്സിലായോടാ നിനക്കൊന്ന് ആദർശ് ചോദിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ പരമാവധി പറഞ്ഞു നോക്കാം. ഇനി ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നവ്യയാണ്, അവൾ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണെന്ന് പറയുമ്പം എടാ നിന്നെ വീണ്ടും ഇവിടുത്തെ സ്റ്റാഫ് ആക്കിയാൽ അല്ലെങ്കിൽ 1-2 ബ്രാഞ്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവളുടെ ഭ്രാന്ത് മാറുവോടാ എന്ന് ആദർശ് ചോദിക്കുക. പക്ഷേ അങ്ങനെ നിന്റെ ഭാര്യയുടെ ഭ്രാന്ത് മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു സാഹസം ചെയ്യുന്നു നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇനി അവൻ നിന്നെ കമ്പനിയുടെ പടി പോലും കയറ്റത്തില്ല, അതും കൂടി നീ അങ്ങ് മനസ്സിലാക്കി വെച്ചോളാനും ആദർശ് ഇവനോട് പറയുക. പോയേ നവ്യേച്ചിയെ പറഞ്ഞ് തിരുത്താൻ നോക്കടാ എന്നും പറഞ്ഞ് ഇങ്ങനെ അബിയെ ഇവർ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ആദർശേട്ടാ. നവ്യേച്ചി അടിമുടി മാറി നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ വേറെ തീരുമാനങ്ങൾ എടുക്കുമെന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു നയന. അല്ലെങ്കിൽ പിന്നെ മനസ്സ് മാറ്റാൻ സത്യങ്ങൾ വിളിച്ചു പറയണം, അതിനും കഴിയുന്നില്ല എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ
നയനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സച്ചിനെയും അതുപോലെ തന്നെ വേണുവിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അബിയും ഇവർ 3 പേരും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ വേണു പറഞ്ഞു കൊടുക്കുവാണ്, അവളെ വെച്ച് നീ കളിക്കണോടാ മോനെ എന്നും പറഞ്ഞ്. അവിടെ നിൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും ഭീഷണിപ്പെടുത്തിയാലും അതൊന്നും വകവെച്ച് കൊടുക്കുകയേ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഭാര്യ പറയുന്നത് ശരിയല്ലേ അഭി എന്ന് സച്ചിൻ ചോദിക്കുക. നിനക്ക് ജോലിയും കൂലിയും ഇല്ലാണ്ടാക്കിയില്ലേ? നിന്നെ വെറും കറിവേപ്പിലാക്കിയില്ലേ? അപ്പം പിന്നെ അവൾക്ക് അറിയുന്ന പണി ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര അസലായിട്ടാണ് നവ്യ പരസ്യത്തിൽ അഭിനയിച്ചതെന്ന് അറിയാമോ? സൂപ്പറായിട്ടുണ്ട്. അവൾക്ക് അതിലൊരു ഭാവി ഉണ്ടടാ അഭി എന്ന് വേണു. അവൾക്ക് ഇപ്പം തന്നെ ഒരുപാട് വിളികളൊക്കെ വന്നിട്ടുണ്ടെന്നും അവളിതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനാണ് പോകുന്നതെന്നൊക്കെ അഭി പറയുമ്പം സ്വീകരിക്കട്ടെ, അത് നിനക്കൊരു വരുമാനമല്ലേ എന്ന് ചോദിച്ചു. അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ നിനക്കൊരു 4 ബ്രാഞ്ചെങ്കിലും നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പതിച്ച് തരൂ അഭി എന്ന് സച്ചിൻ പറഞ്ഞപ്പം, ഇനിയിപ്പോൾ പതിച്ച് തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അഭി പറയും അവരോട്. ഇതൊക്കെ ഒരു ചെറിയ കളി മാത്രമാണ്, ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ആദർശ് ഉടനെ തന്നെ ദുബായിലേക്ക് പോകുമെന്നും ആ യാത്ര ശുഭകരമായിട്ട് അവസാനിക്കില്ല സാറേ എന്ന് അഭി പറയുന്നു. അവിടെ എന്തെങ്കിലും കൊളുത്തിട്ടിട്ടുണ്ടോടാ നീ എന്ന് വേണു ചോദിക്കുമ്പം അവിടെ കൊളുത്തിടുന്നത് ഞാനല്ല മറ്റു ചിലരാണെന്ന് അഭിമാരോട് പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം എന്തായാലും നിങ്ങളൊക്കെ ഓർമ്മിച്ചോ, നാട്ടിലെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഏറ്റവും മോശപ്പെട്ട സമയത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഞാൻ വെറുതെ വിടില്ല. മൂർത്തീസ് ജ്വല്ലറിയുടെ പതനമാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് ഇതുവരെ തറവാട്ട് കാരണവർക്കും MD ആയ ആദർശനും മനസ്സിലായിട്ടില്ല എന്നും ഈ അഭി പറയുവാട്ടോ. അന്നേരം അതിന് സാവകാശം എല്ലാവർക്കും മനസ്സിലാകാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു. അതിനു മുൻപ് വീട്ടിനകത്ത് സമാധാനം തല്ലിക്കെടുത്താൻ എനിക്ക് കിട്ടിയ തുറുപ്പ് ചീട്ടാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന നവ്യ. ഇവനിപ്പം നവ്യയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലേ ഇവന് നവ്യയോടൊരു താല്പര്യവും ഇല്ല. അന്നേരം ഇല്ല, എൻ്റെ ജീവിതത്തിലേക്ക് കള്ളം പറഞ്ഞ് കടന്നു വന്നവളാണ് അവള്. എൻ്റെ പൊന്ന് സാറേ, ആദ്യം ആദർശാണ് അവളെ ആലോചിച്ചത്. അന്ന് അവൾ വലിയ കൊമ്പത്തെ പെണ്ണാണെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് കയറിപ്പോയത്. അങ്ങനെ അവൾ എൻ്റെ തലയിലും ആയെന്നും പറഞ്ഞ് അഭി പറയുമ്പം അതുകൊണ്ടിപ്പോൾ നേട്ടം അല്ലേടാ എന്ന് സച്ചിൻ ചോദിക്കും കേട്ടോ. നിനക്ക് ഇഷ്ടമല്ലാത്ത ഭാര്യയാണെങ്കിൽ അവൾ മോഡലിംഗ് രംഗത്ത് ഇച്ചിരി മോശമായ രീതിയിൽ അഭിനയിച്ചാലും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് ആത്മാഭിമാനം പോകുന്നത് അനന്തപുരിയിലുള്ളവരുടെയാണെന്ന് അഭി ഇവനോട് പറയുവാണ്. പിന്നെ ഞാനൊരു ജയിൽ പുള്ളിയാണ് എൻ്റെ സാറേ, ജയിൽ പുള്ളിക്ക് ഇനി എന്തോന്ന് ആത്മാഭിമാനം. അതുകൊണ്ട് ഈ അനന്തപുരി ഞാൻ മുച്ചൂട് മുടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് അഭി അങ്ങ് പോയി. അവർ രണ്ടുപേരും കൂടെ ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. കൊള്ളാം, നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ കരയിക്കാൻ ദൈവം കൊണ്ടുതരുന്ന അവസരങ്ങളാണ് ഇതൊക്കെ എന്നും പറഞ്ഞ് ഇവർ സ്വപ്നം കാണുക. എൻ്റെ മോളെ നൈസായി അങ്ങ് ഒഴിവാക്കിയപ്പോൾ എല്ലാവരും അങ്ങ് അഹങ്കരിച്ചു. തറവാട് രക്ഷപ്പെട്ടെന്നും കരുതി. അങ്ങനെയൊന്നും ദൈവം ആരെയും വെറുതെ വിടത്തില്ല സാറേ എന്നും പറഞ്ഞ് വേണു. ഇനി അവൾക്കിട്ടും കൂടി ഒരു തിരിച്ചടി കൊടുക്കണം. ആ നന്ദുവില്ലേ അവൾക്കിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.